നമസ്കാരം, ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റാലിയൻ ഡിഷായ പാസ്ത, ചിക്കൻ പാസ്ത എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. ഒരു വൈറ്റ് ക്രീമി സോസോട് കൂടിയുള്ള ഒരു പാസ്ത നമ്മൾക്ക് വീട്ടിലെങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. എല്ലാവരും പാസ്ത വേവിച്ചെടുക്കാൻ വേണ്ടി നമുക്ക് ഒരു സോസ് പാനിനകത്ത് വെള്ളം വെച്ചിട്ടുണ്ട്. അത് തിളച്ചതിന് ശേഷം നമുക്ക് പാസ്ത ഇട്ട് വേവിച്ചെടുക്കണം. വെള്ളമൊക്കെ തിളച്ചു. കുറച്ച് ഓയിൽ നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഒഴിച്ചു കൊടുക്കണേ. ഈ പാസ്ത തമ്മിൽ ഒട്ടാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഇച്ചിരി കുറച്ച് ഓയിൽ അതിൻ്റെ അകത്തായിട്ട് ആ ചൂടുവെള്ളത്തിലേക്ക് നമ്മൾ ഓയിൽ ഒഴിച്ചു കൊടുത്തത്. വെള്ളത്തിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാവേ. പാസ്ത ഇട്ട് കൊടുക്കാവേ. ഒന്ന് ഇളക്കി കൊടുക്കാം. ഈ പാസ്ത വെന്തോ ഇല്ലയോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ പാസ്ത ചൂടുവെള്ളത്തിലേക്ക് ഇട്ടപ്പോൾ ഗോൾഡൻ കളറായിരുന്നു. ഇപ്പം കണ്ടില്ലേ ഒരു വൈറ്റിഷ് കളറായത്. അപ്പോഴാണ് നമുക്ക് ഇത് വെന്തു എന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ. അത് ആൾക്ക് ശ്രദ്ധിക്കണം. ഇത് ഊറ്റുമ്പോൾ ഇതിൻ്റെ വെള്ളം കളയരുത്. വെള്ളം നമ്മൾ ഒരു ഡ്രെയിൻ വെച്ച് അത് ഊറ്റിയിട്ട് ആ വെള്ളം സെപ്പറേറ്റ് ചെയ്ത് മാറ്റി വെക്കണേ. ഇതുപോലെ ഡ്രെയിൻ ചെയ്തിട്ട് നമ്മൾ സെപ്പറേറ്റ് വെള്ളം വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ നമുക്കിത് ആവശ്യമാണ്. ഇത് പ്രിപ്പയർ ചെയ്യാൻ ആവശ്യമായ സാധനങ്ങൾ എന്ന് പറയുന്നത് ഒരു സവാള ചെറുതായിട്ട് കൊത്തി അരിഞ്ഞത്, ഒരു 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു ക്യാപ്സിക്കത്തിൻ്റെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്. നമ്മൾ എടുത്ത പാസ്ത എന്ന് പറയുന്നത് 1.5 ഗ്ലാസ് പാസ്തയാണ് നമ്മൾ എടുത്തത്. ഒരു 3 പേർക്ക് കഴിക്കത്തക്കവണ്ണം ഉള്ളത്. നമ്മൾ കടായി വെച്ച് കഴിഞ്ഞ് ചൂടായി കഴിഞ്ഞപ്പോൾ ബട്ടർ ഇട്ടേ. ഓയിലും കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് ബട്ടറിൻ്റെ കൂടെ. വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി നമ്മൾ അതിലേക്ക് ആഡ് ചെയ്തു. അതൊന്ന് ചെറുതായിട്ട് മൂത്തതിന് ശേഷം അടുത്തത് സവാള നമ്മൾ ആഡ് ചെയ്യുവാന്നേ. ഇതൊക്കെ ഒന്ന് ചെറുതായിട്ട് വഴണ്ട് കിട്ടണേ. അടുത്ത ക്യാപ്സിക്കം, വെളുത്തുള്ളി, സവാള, ക്യാപ്സിക്കം, ഇത് 3 കൂടെ നല്ല രീതിയിൽ വഴറ്റണം. കുറച്ച് ബോൺലെസ് ചിക്കന് നമ്മളെടുത്ത് നാരങ്ങാനീരും ഉപ്പും പുരട്ടി കുറച്ച് നേരമായി നമ്മളെടുത്ത് വെച്ചേക്കുകയാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് ഉപ്പ് ചേർത്ത് ഇനി നമ്മൾ ചിക്കൻ ഇതിലേക്ക് ആഡ് ചെയ്യുക. ചിക്കൻ ശരിക്കും കുക്കാകണം. അത് നല്ലോണം വേകുന്നിടം വരെ നമ്മളിങ്ങനെ ആ എണ്ണയിലിട്ട് ഇളക്കിക്കൊണ്ടിരിക്കണേ.
നമുക്ക് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കാം. ചിക്കനിലേക്ക് നമ്മൾ കുറച്ച് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുകയാണ്. ഇനി അടച്ചു വെച്ച് കുറച്ച് നേരം വേവിക്കാം. നമ്മൾ ഈ സവാള ഒന്നും ഈ ബ്രൗൺ കളറായിട്ട് വഴറ്റിയെടുക്കാഞ്ഞത് നമ്മൾ ഉണ്ടാക്കുന്ന പാസ്തയുടെ സോസ് എന്ന് പറയുന്നത് വൈറ്റ് സോസാണ്, ക്രീമി വൈറ്റ് ആണ് വരുന്നത്. അതുകൊണ്ടാണ് നമ്മൾ അത് ബ്രൗൺ കളറായി പോയി കഴിഞ്ഞാൽ അതിൻ്റെ കളർ അങ്ങ് മാറ്റം വരും. അതുകൊണ്ടാണ് കേട്ടോ. ഇനിയിപ്പം ഇത് 4 സൈഡിലേക്ക് മാറ്റിയേ നമുക്കിനി വൈറ്റ് സോസ് ഉണ്ടാക്കാം. കുറച്ച് ബട്ടർ ആഡ് ചെയ്ത് ഒരു ടേബിൾ സ്പൂൺ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ആ ബട്ടർ ആഡ് ചെയ്തതിനകത്തോട്ട് നമ്മളൊരു 1 ടേബിൾ സ്പൂൺ മൈദ ചേർത്തു. അതൊന്ന് നമ്മൾ ചെറുതായിട്ട് റോസ്റ്റ് ചെയ്യണം. അതിലേക്ക് ഒരു 1/2 കപ്പ് പാലും കൂടെ നമ്മൾ ചേർത്ത്, പശുവിൻ പാൽ. കണ്ടേ, ഇപ്പോൾ ഒരു ക്രീമി ടെക്സ്ചർ ആയില്ലേ, ഒരു നല്ല ഒരു ഇനി നമ്മൾ ആ പാസ്ത വെന്ത വെള്ളം ഉണ്ടല്ലോ, അത് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുവാന്നേ. ഒത്തിരി വെള്ളം ചേർക്കണ്ട, നമുക്ക് കുറച്ച് വെള്ളം ചേർത്താൽ മതി. ഇനി വെന്ത പാസ്ത നമ്മൾ ഇതിലേക്ക് ചേർക്കുകയാണ്, കുറേശ്ശെ കുറേശ്ശെ. ഇനി ശരിക്കും മിക്സ് ചെയ്യണേ. ആ ക്രീമെല്ലാം നല്ല രീതിയിൽ ആ പാസ്തയിലാകണം. കുറച്ചുകൂടെ നമ്മൾ വെള്ളം ഒഴിച്ചു നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കണേ. ഈ സമയത്തൊക്കെ ഫ്ലെയിം കുറച്ച് വെച്ച് മീഡിയം ഫ്ലെയിമിലേ വെക്കാവൂ. ഇനിയും ഇറ്റാലിയൻ ഹെർബ്സായ ഒറഗാനോ ചേർക്കുവാണ്. ഇത് സൂപ്പർ മാർക്കറ്റിൽ വാങ്ങിക്കാൻ കിട്ടുന്നതാണ്. ഇത് നമ്മൾ പിസായിക്കകത്തൊക്കെ ചേർക്കുന്നതാണ് ഈ ഒറഗാനോ. കുറച്ച് കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്യുക. ഉപ്പ് നോക്കാവേ, എല്ലാം പാകത്തിന് ഉപ്പുണ്ട്. നമുക്കൊരു ക്രീമി ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുക. നമുക്ക് ഡ്രൈ ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ ആ രീതിയിൽ ഇതിൻ്റെ ക്രീം കുറച്ചുകൂടെ തിക്കാക്കിക്കൊണ്ട് നമുക്കത് ചെയ്യാവുന്നതാണ് കേട്ടോ. ക്രീമി ആയിട്ട് കഴിക്കുന്നതാണ് ഒരു ടേസ്റ്റി. അല്പം കൂടെ ഒറഗാനോ ചേർക്കുകയാണ്.
നമ്മൾ അധികം ആദ്യം ചേർക്കരുത്. നമ്മൾ കുറേശ്ശെ അതിൻ്റെ ടേസ്റ്റ് നോക്കിയേ ചേർക്കാവൂ. ഒരു ചീസ് സ്ലൈസ് നമ്മൾ ഇതിനകത്തേക്ക് പീസായിട്ട് ഇട്ട് കൊടുക്കുകയാണ്. ചീസ് ഇട്ട് കഴിഞ്ഞ് ശരിക്കും മിക്സ് ചെയ്ത് കൊടുക്കണം, അല്ലെങ്കിൽ അതങ്ങ് തിക്കായി പോകും കേട്ടോ. അത് മെൽറ്റാകണം, മെൽറ്റായി ഇതിലേക്കങ്ങ് അലിഞ്ഞ് ചേരണം. ഇതൊക്കെ എളുപ്പം ഉണ്ടാക്കാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. അതുകൊണ്ട് കുട്ടികൾക്കും വലിയ ആൾക്കാർക്കും ഒക്കെ വളരെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവമാണ് പാസ്ത. ഒരു ഇറ്റാലിയൻ ഡിഷാണ്. നമ്മൾ ഹോട്ടലുകളിലൊക്കെ പോയി കഴിക്കുമ്പോൾ അതിൻ്റെതായിട്ടുള്ള വ്യത്യാസമുണ്ട്. ഇതാകുമ്പോൾ നമ്മൾ വീട്ടിലുണ്ടാക്കുമ്പോൾ നല്ല മായം ഒന്നും ചേരാതെ, പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാതെ നമ്മളുണ്ടാക്കുന്ന ആണ് ഇറ്റാലിയൻ പാസ്ത. ചിക്കൻ ആഡ് ചെയ്ത പാസ്ത. ഇത് മസാല ചേർത്തും ഉണ്ടാക്കാവേ. 2-3 വിധത്തിലുണ്ടാക്കാം ഇത്. ചീസി പാസ്ത ഉണ്ട്. അങ്ങനെ കുറേ രീതിയിൽ ഈ പാസ്ത നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. അന്നേരം വീടുകളിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കുക. എല്ലാവർക്കും, മുതിർന്നവർക്കും കുട്ടികൾക്കും ഒക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് പാസ്ത എന്ന് പറയുന്നത്. ചിക്കനൊക്കെ ചേർത്തുണ്ടാക്കുകയാണെങ്കിൽ നമുക്ക് നല്ലൊരു വിഭവമാണ്. വൈകിട്ടത്തേക്കോ ഒക്കെ ആയിട്ട് ഒരു ഡിന്നറിന് വേണ്ടി നമുക്കിത് സെറ്റ് ചെയ്യാവുന്നതാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, സന്തോഷമായിരിക്കുക. അടുത്ത വീഡിയോയിൽ കാണാമേ.